ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം നമ്മളിന്ന് വന്നിട്ടുള്ളത് നമുക്ക് ആഗ്രഹം ഉണ്ടാകുന്ന ഒരു കാര്യമാണ് നമ്മുടെ സ്കിൻ ബ്രൈറ്റ് ചെയ്യുക എന്നുള്ളതല്ലേ. അതേപോലെ നമ്മുടെ മുഖത്തുള്ള നമ്മുടെ ബോഡിയിലുള്ള ടാൻ മാറിയിട്ട് കുറച്ചും കൂടി നല്ല നമ്മുടെ സ്കിൻ ടോണിലോട്ട് വരാമെന്നുള്ളത്, കുറച്ചുകൂടി ബ്രൈറ്റ് ആവുക എന്നുള്ളത് എല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണ് ഇന്ന് കാണിച്ചു തരാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഇത് വന്നിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഫാമിലി കെയറാണ് ഇത് എന്ന് പറയുന്നത് കേട്ടോ. അപ്പം ഇതിൻ്റെ യൂസ് എന്താണെന്ന് പറഞ്ഞാൽ പക്ഷേ നമ്മുടെ മുഖം മാത്രമല്ല നമ്മുടെ ബോഡി ആയിക്കോട്ടെ ഫുൾ നമുക്ക് സ്കിൻ ബ്രൈറ്റ് ആവാനായിട്ട് പറ്റുന്ന ഒരു കാര്യമാണ്. അതുപോലെ തന്നെ നമുക്ക് ഉണ്ടാക്കിയിട്ടുള്ള സൺ ടാൻ അത് മാറാനും സഹായിക്കുന്നതാണ്. അപ്പോൾ ഒരു ദിവസം കൊണ്ട് നമ്മൾ പറ്റിയിട്ട് കാര്യമില്ല, നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് പരത്തിയാലാണ് അതിന് റിസൾട്ട് ഉണ്ടാകുള്ളൂ. അപ്പോൾ അത് എങ്ങനെയാണ് നമ്മൾ ഉപയോഗിക്കേണ്ടതെന്നൊക്കെ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കാണിച്ചു തരാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. ഓക്കെ, അപ്പോൾ ഇതിന് അത്യാവശ്യം റേറ്റൊന്നുമില്ല കേട്ടോ. പല ആയുർവേദത്തിൽ കടയിൽ നിന്ന് നമുക്കിത് കിട്ടുന്നതാണ് കേട്ടോ. അപ്പോൾ ഇത് 40 കെയറാണ്. കെയറും തൈലവും തമ്മിൽ വ്യത്യാസമുണ്ട്, പക്ഷെ കളറൊക്കെ എന്താ സെയിം തന്നെയാണ് കേട്ടോ. അപ്പോൾ നമുക്കിതിൻ്റെ യൂസ് എങ്ങനെയാണെന്ന് നോക്കാം. ആക്ച്വലി നമ്മളിത് പരട്ടേണ്ടത് എന്താണ്, നമ്മൾ കുളിക്കുന്നതിന് മുമ്പ് ഒരു 30 മിനിറ്റൊക്കെ മുമ്പ് നമ്മൾ ഇത് പരട്ടണം കേട്ടോ. അപ്പോൾ നന്നായിട്ട് നമ്മൾ ഈ ബോട്ടിൽ ഷെയ്ക്ക് ചെയ്യണം. ഓക്കെ, ഷെയ്ക്ക് ചെയ്തിട്ട് ആണ് നമ്മളിത് എടുക്കേണ്ടത്. അപ്പോൾ നമ്മുടെ കയ്യിലെത്തി നമ്മൾ എടുത്തിട്ട് നമുക്ക് മുഖത്തും നമുക്ക് കയ്യിലേക്ക് നമുക്ക് തേച്ച് കൊടുക്കാം. ഓക്കെ, എന്നിട്ട് ഒരു 30 മിനിറ്റ് വരെ നമ്മളിത് വെയിറ്റ് ചെയ്യണം. ഓക്കെ, അപ്പോൾ ബോട്ടിൽ നന്നായിട്ടൊന്ന് ഷേക്ക് ചെയ്തിട്ട് നമ്മുടെ കയ്യിൽ കുറച്ച് എടുത്തിട്ട് നന്നായിട്ടൊന്ന് റബ്ബ് ചെയ്തിട്ട് നമുക്ക് കയ്യിലും നമുക്ക് എവിടെയാണോ സൺ ടാൻ കിട്ടിയിട്ടുള്ളത് അപ്പോൾ അവിടെയൊക്കെ നമുക്ക് തേച്ച് കൊടുക്കാം കേട്ടോ. പിന്നെ നമ്മളിത് ഒരു ദിവസം ചെയ്തിട്ട് ഒരു കാര്യവും ഇല്ല, നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്താൽ മാത്രമേ നമുക്കൊരു ബെറ്റർ റിസൾട്ട് കിട്ടുള്ളൂ. പിന്നെ അതേപോലെ തന്നെ ഈ ഓയിൽ മാത്രം യൂസ് ചെയ്തിട്ട് കാര്യമില്ല, നിങ്ങൾ വെയിലത്ത് ഇറങ്ങുമ്പോൾ നിങ്ങൾ എന്തായാലും മസ്റ്റായിട്ട് സൺസ്ക്രീന് നിങ്ങൾ ഇടണം. അത് നിങ്ങളുടെ ഫേസിലായിക്കോട്ടെ നിങ്ങളുടെ കയ്യിലാണെങ്കിൽ നിങ്ങൾ എന്തായാലും സൺസ്ക്രീൻ ഇടണം, അത് മസ്റ്റായിട്ടുള്ള കാര്യമാണ് കേട്ടോ. പിന്നെ അതേപോലെ തന്നെ നമ്മുടെ മുഖത്ത് നമ്മൾ അപ്ലൈ ചെയ്യുക. എന്നിട്ട് നമ്മളൊരു 30 മിനിറ്റ് വെയിറ്റ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഒരു നാച്ചുറൽ ഡിവൈസ് ഉപയോഗിച്ചിട്ട് നമുക്കിതൊന്ന് വാഷ് ചെയ്ത് കളയാം കേട്ടോ. ഒരു ദിവസം കൊണ്ട് നമുക്കൊരു റിസൾട്ട് എല്ലാവരും കണ്ടിന്യൂസ് ആയിട്ടും 1 വീക്കൊക്കെ നമ്മൾ യൂസ് ചെയ്യുമ്പോൾ നമുക്ക് കുറച്ച് ചെറിയ രീതിയിൽ മാറ്റമൊക്കെ വന്ന് തുടങ്ങും കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ പരത്തിയിട്ട് മുടി വരെ നമുക്ക് ഇത് വെക്കാം കേട്ടോ. വെച്ചിട്ട് നമ്മൾ നാച്ചുറൽ ഡിവൈസ് വെച്ചിട്ടാണ് നമ്മളിത് കഴുകിക്കളയേണ്ടത്. അതായത് പയറുപൊടി അതൊക്കെ വെച്ചിട്ടാണ് നമുക്കിത് കഴുകിക്കളയേണ്ടത് കേട്ടോ. ആക്ച്വലി എൻ്റെ മുഖത്ത് കുറച്ച് കുരുക്കളുണ്ടായിരുന്നു കേട്ടോ. ഈ ഓയിൽ ഉപയോഗിച്ച് തുടങ്ങിയപ്പോഴാണ് അതിന് കുറച്ചൊക്കെ മാറ്റം വന്നത്. പിന്നെ എൻ്റെ ലെഫ്റ്റ് സൈഡ് ചികിത്സയിൽ കുറച്ച് കുരുക്കളുണ്ട്, ഞാൻ ഇറിറ്റേറ്റ് ചെയ്തിട്ട് അതങ്ങനെ വന്നതാണ് കേട്ടോ. അപ്പോൾ എൻ്റെ കയ്യിലിരിപ്പുകൊണ്ട് തന്നെയാണ്. അപ്പോൾ ആക്ച്വലി നിങ്ങൾക്ക് നിങ്ങളുടെ മുഖത്ത് ഇങ്ങനെ പിമ്പിൾസൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഒരിക്കലും അതിനെ ഇറിറ്റേറ്റ് ചെയ്യാൻ പാടില്ല. അപ്പോൾ ഇതേപോലെ നിങ്ങൾക്ക് റെഡ്നെസ്സും അതേപോലെ കുറച്ചും വിസിബിളായിട്ട് പംപ്സൊക്കെ വരും. അപ്പോൾ കുരുക്കളുണ്ടെങ്കിൽ മാക്സിമം നമ്മൾ അതിന് തൊടാനോ അതിനെ നമ്മൾ ഡിസ്റ്റർബ് ചെയ്യാനേ പാടില്ല കേട്ടോ. അപ്പോൾ എനിക്ക് പറ്റിയൊരു അബദ്ധമാണ്, അത് നിങ്ങൾ ചെയ്യരുത്. ഓക്കെ, ഇപ്പോൾ 30 മിനിറ്റ് നമ്മൾ ഫേസിൽ വെച്ച് കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് നാച്ചുറൽ ഡിവൈസ് വെച്ചിട്ട് നമുക്കിത് കഴുകിക്കളയാം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് പയറുപൊടിയാണ്. അപ്പോൾ ഓക്കെ, നമുക്കിത് അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്പോൾ അപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങൾ നന്നായിട്ട് അപ്ലൈ ചെയ്യുക, കാരണം നമ്മൾ എവിടേക്കാണ് ഓയിൽ അപ്ലൈ ചെയ്തിട്ടുള്ളത് അപ്പോൾ നമ്മൾ അവിടെയൊക്കെ നമ്മൾ എന്തായാലും ഇത് അപ്ലൈ ചെയ്തിട്ടുണ്ടാവുന്നുണ്ട്. അപ്പോൾ ഞാൻ ഹാൻഡിലും നെക്കിലൊക്കെയാണ് ഫേസിലൊക്കെയാണ് ഇത് അപ്ലൈ ചെയ്തിട്ടുള്ളത്. പിന്നെ നിങ്ങൾക്ക് പയറുപൊടി തന്നെ എടുക്കണം എന്നില്ല കേട്ടോ. നിങ്ങൾക്ക് കടലപ്പൊടിയോ നിങ്ങൾക്ക് അങ്ങനെ എന്താണ് നിങ്ങൾക്ക് കയ്യിലുള്ളത് നിങ്ങൾക്ക് അത് എടുക്കാം. അതെടുത്തിട്ട് നന്നായിട്ടൊന്ന് തേച്ചിട്ട് നമുക്ക് വാഷ് ചെയ്ത് കളയാട്ടോ. ഇത് എപ്പോഴാണ് ഡ്രൈ ആവുന്നത് അപ്പോൾ നിങ്ങൾക്ക് വാഷ് ചെയ്യാൻ ഒരു 10 മിനിറ്റ് കഴിയുമ്പോൾ എന്തായാലും വാഷ് ചെയ്ത് കളയാം കേട്ടോ. വാഷ് ചെയ്ത് കളയുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഉടനെ തന്നെ വാഷ് ചെയ്ത് കളയരുത്, ഡ്രൈ ആയി ഉടനെ തന്നെ വാഷ് ചെയ്ത് കളയരുത്. അതൊന്ന് വെറ്റാക്കിയിട്ട് നമ്മൾ വെള്ളം കൊണ്ടൊന്ന് നമ്മൾ ഒപ്പിക്കൊടുക്കുക. നമ്മുടെ മുഖത്ത് എവിടേക്കാണോ നമ്മൾ തേച്ചിരിക്കുന്നത് അവിടെ നമ്മൾ വെറ്റ് ചെയ്ത് കൊടുത്തതിന് ശേഷം മാത്രമാണ് നമ്മളിത് വാഷ് ചെയ്ത് കളയേണ്ടത് കേട്ടോ. അപ്പം ഞാൻ ഫേസൊക്കെ വാഷ് ചെയ്ത് വന്നിട്ടുണ്ട്. പിന്നെ കാണുമ്പോൾ തന്നെ എനിക്ക് കുറച്ച് ബ്രൈറ്റൊക്കെ ആയതുപോലെ തോന്നുന്നുണ്ട്. അപ്പോൾ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്താൽ മാത്രമേ നമുക്ക് നല്ല റിസൾട്ട് കിട്ടുള്ളൂ കേട്ടോ. പിന്നെ നിങ്ങൾ എന്തായാലും ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഈ ഓയിൽ യൂസ് ചെയ്തിട്ട് കാര്യമില്ല, നിങ്ങൾ പുറത്തിറങ്ങുമ്പോൾ മസ്റ്റായിട്ട് നിങ്ങൾ സൺസ്ക്രീൻ അപ്ലൈ ചെയ്യണം. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ ഗൈസ്.